ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി ബാങ്ക് ഒഴികെ ബാക്കിയുള്ള സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. 4 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,397 73 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 4 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി, 48,060 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 362 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 48,125 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 14,897 ക്ലോസ് ചെയ്തപ്പോൾ 147 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 13.28 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 73,829 ക്ലോസ് ചെയ്തപ്പോൾ 201 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DIA-FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് DIA 1,724 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 793 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച നാളെ ഹോളി പ്രമാണിച്ച് 4 ട്രേഡിംഗ് ഡേ ഉള്ളൂ. നാളെ ഹോളിഡേ ആണ്. അതുകൊണ്ട് ഈ FII DIA ആക്ടിവിറ്റിൻ്റെ ഈ ആഴ്ചത്തെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആഴ്ച DIA 5,499 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 5,730 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞിരുന്ന വെൽ 1.18% റാലി നടത്തി. SBIN 0.68%, സിപ്ല 0.40%, ICICI ബാങ്ക് 0.38%, പവർ ഗ്രിഡ് 0.36%, ONGC 0.28%, ടാറ്റ സ്റ്റീൽ 0.27%, സൺഫാർമ 0.18%, NTPC 0.18%, ഡോക്ടർ റെഡ്ഡി 0.11% റാലിയാണ് നടത്തിയത്. എന്നാൽ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് നിന്ന് 2.66% കുറവുണ്ടായി. ഹീറോ മോട്ടോകോപ്പ് 2.26%, ടാറ്റ മോട്ടോഴ്സ് 2.04%, HDFC ലൈഫ് 1.80%, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്ന് ഇടിയിൽ വന്നു, 1.76% ഇടിയിൽ വന്നു. ഇന്നലെ 4% ഗെയിൻ ആയിരുന്നു. അതിന് മുമ്പത്തെ ദിവസം 27% ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇടിഞ്ഞത്. ഇൻഡൽകോ 1.71%, വിപ്രോ 1.62%, SBI ലൈഫ് 1.35%, ബ്രിട്ടാനിയ 1.29% ആൻഡ് ഗ്രാസിം 1.29% ഇടിവുണ്ടായി. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഏപ്രിൽ 22,604 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,397 ക്ലോസ് ചെയ്തപ്പോൾ 0.92% ഇടിവാണ് ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റിൽ കാണിക്കുന്നത്. ഈ വർഷത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,397 5.67% ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ച മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 22,460 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 22,497 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 22,470 ക്ലോസ് ചെയ്തു, ഇന്ന് തേഴ്സ്ഡേ 22,397 ക്ലോസ് ചെയ്തു. മാർക്കറ്റ് നാളെ ഹോളിഡേ ആണ്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 984 കമ്പനികൾ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ 1,894 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി PSU ബാങ്ക് മാത്രമേ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. വലിയ വ്യത്യാസമൊന്നുമെങ്കിലും ചെറിയ പെർസെൻറ്റ് ഓൾമോസ്റ്റ് ബിലോ 1% ഒക്കെ വന്നിട്ടുള്ളൂ. നിഫ്റ്റി ഓട്ടോയും നിഫ്റ്റി റിയാലിറ്റിയും മാത്രം, നിഫ്റ്റി മീഡിയ എന്നിവകൾ എബോ 1% കൂടുതൽ ലോസ് കാണിച്ചു. നിഫ്റ്റി ഓട്ടോ ഒന്ന് 2554 ക്ലോസ് ചെയ്തു, 229 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 52 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 31,483 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,290 ക്ലോസ് ചെയ്തപ്പോൾ 37 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 51,879 ക്ലോസ് ചെയ്തപ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 43 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 7939 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 36,122 ക്ലോസ് ചെയ്തപ്പോൾ 188 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി മീഡിയ 21 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 1437 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 8,777 ക്ലോസ് ചെയ്തപ്പോൾ 76 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഒന്ന് 10,021 ക്ലോസ് ചെയ്തപ്പോൾ 43 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 23,86 ക്ലോസ് ചെയ്തപ്പോൾ 37 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. എന്നാൽ നിഫ്റ്റി PSU ബാങ്ക് 24 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്, 5783 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 800 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിൻറ്റ്സിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി.
മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ CPI ഡാറ്റ ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട് 14 മാർച്ച്. GDP ഡാറ്റ UK എന്ന് വരുന്നുണ്ട്. ഇന്ത്യയിൽ നാളെ ട്രേഡ് ബാലൻസ് ഡാറ്റ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ USD ഫോറക്സ് റിസർവ് ഡാറ്റ നാളെ 14 മാർച്ചിന് നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റുമായി വീണ്ടും മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ. ഹാവ് എ നൈസ് വീക്കെൻഡ്.